അസ്സലാമലൈക്കും, നമസ്കാരം, വണക്കം. ഞാൻ നിഷാദ് മിമിക്സ് വിവി സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 1. എന്താണ് ഈ ഒരു ഫെബ്രുവരി 1? ഒരിക്കലും മറക്കാനാകാത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ ഫെബ്രുവരി 1-ന്. കാരണം നമ്മുടെ ഇന്ത്യയുടെ തന്നെ, നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ അഭിമാനമായി മാറിയിട്ടുള്ള കൽപ്പന ചൗള മരണപ്പെട്ട ദിവസമാണ് ഫെബ്രുവരി 1 എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. ബഹിരാകാശത്ത് നിന്നും നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് പേടകം പൊട്ടിത്തെറിച്ചിട്ടാണ് ഈ ഒരു മരണം സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമുക്ക് കൂടുതൽ സംസാരിക്കാം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു കൽപ്പന ചൗള എന്ന ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. ജസ്റ്റ് നമുക്ക് ഓടിച്ചു പോകാം അല്ലേ. ഓക്കെ. അപ്പോൾ ഈ ഒരു കൽപ്പന ചൗള എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ജനിച്ചിട്ടുള്ളത് 1962 മാർച്ച് 17-നാണ്. ഹരിയാനയിലെ കർണാലിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജനിച്ചിട്ടുള്ളത്. ഔദ്യോഗികമായിട്ട് പറയുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ 1961 ജൂലൈ 1-നാണ് എന്നും പറയുന്നുണ്ട് കേട്ടോ. ഒരു ഔദ്യോഗിക കണക്കാണ്. സത്യത്തിൽ 1962 മാർച്ച് 17-നാണ് ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ജനിച്ച വർഷം നമുക്ക് അറിഞ്ഞു. ഇനി ഇവരുടെ മാതാപിതാക്കൾ ആരാണെന്ന് നമുക്ക് അറിയണ്ടേ, എന്നാൽ ഇതിനൊരു പൂർണ്ണത കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇവരുടെ മാതാപിതാക്കൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവരുടെ പിതാവിൻ്റെ പേര് ബനാറസി ലാൽ ചൗള എന്നാണ്. വിഭജന കാലത്ത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയ ഒരു ആളാണ് ഈ പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു. മകളുടെ എല്ലാ ആവശ്യങ്ങൾക്കും അദ്ദേഹം പിന്തുണച്ചിരുന്നു. മാതാവ് സഞ്ജോതി ചൗള ഒരു വീട്ടമ്മയാണ്. കൽപ്പനയുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും വ്യക്തിത്വ വികാസത്തിലും വളരെ പ്രാധാന്യം വഹിച്ചിട്ടുണ്ടായിരുന്നു ഈ മാതാവ്. കൽപ്പനയുടെ കുടുംബത്തിൽ 4 മക്കളാണുള്ളത്. ഈ 4 മക്കളിൽ ഏറ്റവും ഇളയവളാണ് ഈ കൽപ്പന ചൗള. സഹോദരിമാർ ദീപ, സുനിത എന്ന് പറയുന്ന 2 ചേച്ചിമാരാണ് ഇവർക്കുള്ളത്. സഹോദരൻ സഞ്ജയ് ചൗളയാണ്. സഹോദരൻ്റെ ഫ്ലൈയിങ് താല്പര്യങ്ങളാണ് ഈ കൽപ്പന ചൗളയെ വിമാനങ്ങളെ പറപ്പിക്കാനും അതുപോലെ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഒരു പ്രചോദനം നൽകിയത് ഈ സഹോദരനായിട്ടുള്ള സഞ്ജയ് ചൗളയാണ് കേട്ടോ. പിന്നീട് 1953 അവർ വിവാഹം ചെയ്തത് കൽപ്പന പിയരി ജീൻ ഹാരിസൺ എന്ന് പറയുന്ന അമേരിക്കൻ വ്യക്തിയെയാണ്, അല്ലെങ്കിൽ അമേരിക്കൻ പൗരത്വമുള്ള വ്യക്തിയെയാണ് ഈ കൽപ്പന ചൗള വിവാഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഒരു ഫ്ലെയിംസ് ഇൻസ്പെക്ടറായിരുന്നു. അമേരിക്കയിൽ പഠിക്കുന്ന കാലത്ത് ആണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടത്. കൽപ്പന ചൗളയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കരുത്തേകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഹാരിസൺ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി. പിൽക്കാലത്ത് കൽപ്പനയുടെ ജീവിതത്തെക്കുറിച്ച് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേരായിരുന്നു ദ എഡ്ജ് ഓഫ് എസ്റ്റർഡേ എന്ന് പറയുന്ന ഒരു പുസ്തകം. കർണാലിലെ ടാഗോർ ബാലനികേതൻ സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവർ പഠനം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. ചണ്ഡീഗഡിലെ പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും എഞ്ചിനീയറിംഗ് പാസ്സായി. 1982-ലാണ് ഈ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുണ്ടായിരുന്നത്. ഈ എഞ്ചിനീയറിംഗിൻ്റെ പേര് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എന്നാണ്. ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത ആദ്യത്തെ ആ ഒരു കോളേജിലെ ആദ്യത്തെ ഒരു പെൺകുട്ടി എന്നുള്ള ഒരു പേരും കൂടിയും ഈ ഒരു കൽപ്പന ചൗളക്ക് ഉണ്ടായിട്ടുണ്ട്. 1982 ഉപരിപഠനത്തിനായിട്ട് അമേരിക്കയിലേക്ക് പോവുകയുണ്ടായി. പിന്നീട് 1984 ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ്റ്റർ ബിരുദം നേടിയിട്ടുണ്ട്. പിന്നീട് 1988 കൊളറാഡോ സർവകലാശാലയിലെ എയറോസ്പേസ് PhD കരസ്ഥമാക്കി. ഈ കൽപ്പനയുടെ പേരിനൊരു രസകരമായ സംഭവം ഉണ്ട് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. ഈ കൽപ്പന ചൗളയുടെ പേരിൻ്റെ പിന്നിലെ ഒരു രസകരമായിട്ടുള്ള സംഭവമുണ്ട്. അവരുടെ വീട്ടുകാർ കൽപ്പന ചൗളയെ ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്ന പേര് മോണ്ടു എന്നായിരുന്നു. മോണ്ടു അങ്ങനെയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് കൽപ്പന ചൗളക്ക് ഈ പേര് വന്നത് സ്കൂളിലായിരുന്നു. സ്കൂളിൽ ചേർത്ത സമയത്താണ് ഈ കൽപ്പന ചൗളക്ക് ഈ പേര് വന്നത് കേട്ടോ. അതിന് മുന്നേ 2-3 പേര് വേറെ ഉണ്ടായിരുന്നു കൽപ്പന ചൗളക്ക്. അതിൽ നിന്നും ഈ ഒരു പേരാണ് കൽപ്പന ചൗള തിരഞ്ഞെടുത്തത്. കൽപ്പന, സുനൈന, അതുപോലെ തന്നെ ജോത്സന, അങ്ങനെ 3 പേരുണ്ടായിരുന്നുണ്ടായിരുന്നു. ഓക്കെ. കൽപ്പന, ജോത്സന, സുനൈന. ഇതിൽ ജോത്സന, സുനൈന ഒഴിവാക്കിയിട്ട് കൽപ്പന എന്നുള്ള പേരാണ് ഈ കൽപ്പന ചൗള തിരഞ്ഞെടുത്തത്. ആ ഒരു പേര് തിരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെ ആ ഒരു പേരിൻ്റെ പ്രത്യേകത തന്നെയായിരുന്നു. ആ ഒരു പേരിൻ്റെ അർത്ഥം
അവളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാക്കി. അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. വീഡിയോ ഒരുപാട് ലെന്താവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാര്യത്തെ നമുക്ക് വിശദീകരിക്കുന്നത് ഒന്ന് ചുരുക്കി വിശദീകരിക്കാം. ഓക്കെ, ഈ ഒരു നാസയിലേക്ക് ചേർന്ന സമയം മുതൽ അവരുടെ മരണം, അതായത് ഫെബ്രുവരി 1 ഈ ഒരു ദിവസം വരെ ഉണ്ടായ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചുരുക്കൊന്ന് സംസാരിക്കാം. ഓക്കെ, 1988 നാസയുടെ ആംസ് റിസർച്ച് സെൻറ്ററിൽ വെച്ച് ജോലിയിൽ പ്രവേശിച്ചു. ഇത് 1994 ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായിട്ടുള്ള പരിശീലനത്തിനായിട്ട് നാസ തിരഞ്ഞെടുത്തു. 1998 ബഹിരാകാശ യാത്ര തുടങ്ങുന്നത്. അതായത് STS-87 എന്ന് പറയുന്ന ഒരു പേടകത്തിലാണ് ആദ്യമായിട്ട് ബഹിരാകാശ യാത്ര ഈ കൽപ്പന ചൗള ചെയ്യുന്നത്. ഇതോടുകൂടി ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത എന്നുള്ള, അല്ലെങ്കിൽ ഇന്ത്യൻ വംശജ എന്ന പേരുള്ള ഒരു പദവിയും കൂടിയും ഈ കൽപ്പന ചൗളക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് കൽപ്പന ചൗളയുടെ അവസാനത്തേതും രണ്ടാമത്തേതുമായിട്ടുള്ള ആ യാത്രയിൽ കൊളംബിയ 107 ആ ഒരു പേടകത്തിലായിരുന്നു കൽപ്പന ചൗളയുടെ അവസാനത്തെയും രണ്ടാമത്തേതുമായിട്ടുള്ള യാത്ര. 2003 ജനുവരി 16 ഈ ഒരു പേടകത്തിൽ നിന്നും പിന്നെ ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ബഹിരാകാശത്ത് 16 ദിവസം പരീക്ഷണങ്ങൾക്കായിട്ട് അവിടെ ഉണ്ടായിരുന്നു. കൽപ്പന ചൗളയുടെ കൂടെ 7 പേരും കൂടെ ഉണ്ടായിരുന്നു. 2003 ഫെബ്രുവരി 1, അതായത് ഈ ഒരു ദിവസം ദൗത്യമെല്ലാം പൂർത്തിയായി. അങ്ങനെ അവരെല്ലാം പൂർത്തിയായിട്ട് ബഹിരാകാശത്ത് നിന്നും ഭൂമിയിലേക്ക് വരുന്ന ഒരു സമയമായിരുന്നു 2003 ഫെബ്രുവരി 1 എന്ന് പറയുന്ന ആ ഒരു ദിവസം. കൽപ്പന ചൗളയും ഈ ഒരു 7 ആളുകളും കൂടിയിട്ട്, ബഹിരാകാശ യാത്രക്കാരും അതുപോലെ തന്നെ ഈ കൽപ്പന ചൗളവും, മൊത്തം 8 പേരുണ്ടായിരുന്നു. കൽപ്പന ചൗളയും ഈ 7 ബഹിരാകാശ യാത്രക്കാരും കൂടിയിട്ട് ഭൂമിയിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി ഒരു വലിയ പരീക്ഷണം കഴിഞ്ഞ സന്തോഷത്തോടു കൂടിയിട്ട് തിരിച്ചു വരുന്ന ഒരു സമയമായിരുന്നു ആ ഒരു സമയം. ഭൂമിയിലേക്ക് എത്താൻ ഏതാണ്ട് 16 മിനിറ്റ് മാത്രം ബാക്കിയിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ടായത്, ഈ ഒരു ദുരന്തം ഉണ്ടായത്. എന്താണ് അവിടെ സംഭവിച്ചത്? നിസ്സാരമായ ഒരു സംഭവമായിരുന്നു അത്. അതാണ് ഇത്രയും വലിയ ഒരു ദുരന്തത്തിലേക്ക് എത്തിച്ചത്. അതായത് പേടകം വിക്ഷേപിച്ച് 82 സെക്കൻഡ് പിന്നിടുമ്പോഴാണ് ഈ ഒരു ദുരന്തം ഉണ്ടായത്. അതായത് പുറത്തുള്ള ഇന്ധന ടാങ്കിൽ നിന്നും ഇന്ധന ടാങ്കിൻ്റെ ഒരു ടൈൽസ് പൊട്ടി വീണിട്ട് അത് ആ പേടകത്തിൻ്റെ ഇടത്തെ ചിറകിലേക്ക് തട്ടുകയായിരുന്നു. അങ്ങനെ ആ ചിറകിൽ നിന്നും ഒരു ചെറിയൊരു ഹോൾ വന്നു. ആ ഒരു ഹോളിലൂടെ ഭയങ്കരമായ ചൂട് കാറ്റ് ഉള്ളിലേക്ക് വന്നു. അതിശക്തമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു ചൂടായിരുന്നു ഈ ഒരു പേടകത്തിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പേടകത്തിന് താങ്ങാനുള്ള കരുത്തുണ്ടായിരുന്നില്ല. അത് അവിടുന്ന് തന്നെ, ഭൂമിയിലേക്ക് എത്താൻ വെറും 16 മിനിറ്റ് മാത്രം ബാക്കിയിരിക്കെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, ദൗർഭാഗ്യം അല്ലെങ്കിൽ ദുരന്തമായിട്ട് അത് മാറി. കൽപ്പന ചൗള അടക്കം 7 പേര് ആ ഒരു ദുരന്തത്തിൽ അന്തരിച്ചു. അവർക്ക് ആദരാഞ്ജലി നേരുന്നു. ഇത് പൂർണ്ണമായും ശാസ്ത്ര പരീക്ഷണങ്ങൾക്കായിട്ട് സമർപ്പിക്കപ്പെട്ട ഒരു ദൗത്യം തന്നെയായിരുന്നു. ഏകദേശം 80ഓളം ദൗത്യങ്ങൾ അവർ ബഹിരാകാശത്ത് വെച്ചിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഭൂഗുരുത്വമില്ലാതെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് അവർ പഠിച്ചു. പുഷ്പങ്ങളുടെ സുഗന്ധം എങ്ങനെയായിരിക്കുമെന്ന് ബഹിരാകാശത്ത് ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ച് അവർ പഠിച്ചു. അതുപോലെ അഗ്നിജ്വാലങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരിക്കുമെന്ന്. ഇതെല്ലാം, ഈ പരീക്ഷണങ്ങളെല്ലാം അപകടത്തിന് മുന്നേ തന്നെ ഭൂമിയിലേക്ക് എത്തിച്ചത് കൊണ്ട് ഇന്നും നമുക്ക് തെളിവായിട്ട് ആ ഒരു കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകത്തിന് ഈ ഒരു അറിവ് ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അഭിമാനമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു കൽപ്പന ചൗള. കാരണം ബഹിരാകാശ യാത്രയിലെ ചെയ്തിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിത എന്നുള്ള പേരും കൂടിയാണ് ഇന്ത്യൻ വനിത. അപ്പോൾ നമ്മളൊരു ഇന്ത്യക്കാരനോട് നമുക്ക് അഭിമാനിക്കാം അല്ലേ? അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് കൽപ്പന ചൗളയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ളത്. എന്തായാലും ഇതുപോലുള്ള വീഡിയോ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.